നമസ്കാരം. രാജ്യത്തെ കൂടുതൽ ജനങ്ങളിലേക്ക് അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങളുമായി സ്റ്റാർലിങ്ക് അവതരിക്കും. ഇലോൺ മസ്കിന്റെ കമ്പനിക്ക് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ തുടങ്ങാൻ ഇൻസ്പേസ് അനുമതി നൽകി. സ്റ്റാർലിങ്കിന്റെ ഇന്ത്യൻ ഉപകമ്പനിയായ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിനാണ് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ തുടങ്ങാൻ ഇൻസ്പേസിന്റെ അനുമതി ലഭിച്ചത്. നേരത്തെ ടെലികോം മന്ത്രാലയവും സ്റ്റാർലിങ്കിന് പ്രവർത്തനാനുമതി നൽകിയിരുന്നു. യൂട്ടിൽസാറ്റ്, വൺവെബ്, റിലയൻസ് ജിയോ എന്നിവയ്ക്ക് ശേഷം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസിന്റെ സമാന ലൈസൻസ് ലഭിക്കുന്ന മൂന്നാമത്തെ കമ്പനി കൂടിയാണ് സ്റ്റാർലിങ്ക്. നിലവിൽ 100-ലധികം രാജ്യങ്ങളിൽ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. ഇൻസ്പേസ് അഥവാ ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ഓതറൈസേഷൻ സെന്റർ അനുമതി കൂടി കിട്ടിയതോടെ ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങാനുള്ള പ്രധാന കടമ്പ മറികടന്നു. 5 വർഷത്തേക്കാണ് ഇൻസ്പേസ് സ്റ്റാർലിങ്കിന് പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. ഇനി സ്പെക്ട്രം കൂടി അനുവദിച്ച് കിട്ടിയാൽ ഇന്ത്യയിൽ സ്റ്റാർലിങ്കിന് ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകി തുടങ്ങാനാകും. സ്റ്റാർലിങ്കിനൊപ്പം SEASനും ഇൻസ്പേസ് അനുമതി നൽകി. SEASുമായി ചേർന്നാണ് ജിയോ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ കൊണ്ടുവരുന്നത്. ഡൽഹി കേന്ദ്രീകരിച്ചുള്ള സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കാണ് സ്റ്റാർലിങ്ക് ജനറേഷൻ 1 LE വഴി ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകാനുള്ള അനുമതി നൽകിയത്. ഭൂമിക്ക് 540-നും 570-നും ഇടയിലുള്ള കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണം ചെയ്യുന്ന 4408 ഉപഗ്രഹങ്ങൾ ഉൾപ്പെടുന്ന ഒരു ആഗോള കൂട്ടായ്മയാണ് സ്റ്റാർലിങ്ക് ജനറേഷൻ 1. ഇന്ത്യയിലെ ഉൾപ്രദേശങ്ങളിലടക്കം അതിവേഗ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന്റെ തീരുമാനം സഹായകരമാകും. സർക്കാർ വകുപ്പുകളിൽ നിന്നടക്കം അനുമതി ലഭിച്ച ശേഷമായിരിക്കും പ്രവർത്തനം ആരംഭിക്കാനാകുക. 5 വർഷത്തേക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. ബഹിരാകാശ മേഖലയിൽ കൂടുതൽ സ്വകാര്യ പങ്കാളിത്തം ലക്ഷ്യമിടുന്ന ഇന്ത്യൻ നയത്തിനും പുതിയ തീരുമാനം നിർണായകമാകും. രാജ്യത്തിന്റെ വാണിജ്യ വ്യാവസായിക ഭൂമികകളിലും സാമ്പത്തിക മേഖലയിലുമെല്ലാം ഇന്റർനെറ്റ് അഭിവാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞു. ഇന്ത്യയിലെ ഈ സാധ്യതകളിലേക്കാണ് ഇലോൺ മസ്ക് എന്ന ലോക കോടീശ്വരന്റെ സ്റ്റാർലിങ്ക് എത്തുന്നത്. അടുത്ത 2 മാസത്തിനകം സ്റ്റാർലിങ്കിന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങൾ ഇന്ത്യയിലുടനീളം ലഭ്യമാകും. പ്രതിമാസ പ്ലാനുകൾ 3000 രൂപ മുതൽ ആരംഭിച്ചേക്കും. ഉപഗ്രഹ അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് സ്റ്റാർലിങ്ക്. ഇലോൺ മസ്ക് 2002-ൽ സ്ഥാപിച്ച സ്പേസ് എക്സിന്റെ കീഴിൽ രൂപം കൊണ്ട കമ്പനി കൂടിയാണിത്. ലോ എർത്ത് ഓർബിറ്റിലെ ഉപഗ്രഹങ്ങളുടെ ശൃംഖലകളിലൂടെ തടസ്സരഹിത അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഒറ്റപ്പെട്ട വിദൂരമായ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പോലും ഇന്റർനെറ്റ് സേവന ലഭ്യത ഉറപ്പാക്കാൻ സാധിക്കും. സ്റ്റാർലിങ്കിന്റെ സ്റ്റാൻഡേർഡ് കിറ്റ് ഏകദേശം 33,000 രൂപയ്ക്ക് ലഭ്യമാകുമെന്നാണ് വിലയിരുത്തൽ. ഈ കിറ്റിൽ സ്റ്റാർലിങ്ക് ഡിഷ്, കിക്ക് സ്റ്റാൻഡ്, ജനറേഷൻ 3 റൂട്ടർ, പവർ കേബിളുകൾ, ഒരു പവർ സപ്ലൈ യൂണിറ്റ് എന്നിവയുണ്ടാകും. പ്രധാനമായും ഹോം യൂസിന് വേണ്ടിയാണ് ഈ സർവീസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അൺലിമിറ്റഡ് ഡേറ്റയോട് കൂടിയ പ്രതിമാസ പ്ലാനുകൾക്ക് നൽകേണ്ടത് 3000 രൂപ മുതൽ 4200 രൂപ വരെ ആയിരിക്കും. അതേസമയം ഡിവൈസുകളുടെ വിലയിൽ മാറ്റമുണ്ടാകുകയില്ല. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശിലും ഭൂട്ടാനിലും സ്റ്റാർലിങ്ക് കിറ്റിന് 33,000 രൂപ തന്നെയാണ് വില. ഉപയോക്താക്കളെ ആകർഷിക്കാൻ ഓരോ ഡിവൈസ് പർച്ചേസുകൾക്കൊപ്പവും 1 മാസത്തെ സൗജന്യ ട്രയൽ കമ്പനി നൽകും. അതിവേഗ ഇന്റർനെറ്റ് സ്പീഡാണ് സ്റ്റാർലിങ്കിന്റെ ഹൈലൈറ്റ്. ഇത്തരത്തിൽ 25 Mbps മുതൽ 220 Mbps വരെ വേഗതയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഭൂരിഭാഗം ഉപയോക്താക്കൾക്കും 100 Mbps വരെ അധിക വേഗത ലഭിക്കുമെന്നാണ് കണക്കൂട്ടൽ. കേബിളുകൾ, മൊബൈൽ ടവറുകൾ എന്നിവയിലൂടെ അല്ലാതെ നേരിട്ട് സാറ്റലൈറ്റുകൾ പ്രയോജനപ്പെടുത്തുന്നതാണ് ഇവിടെ വേഗത വർദ്ധിക്കാൻ കാരണം.